സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ടോക്കിംഗ് അബൌട്ട് അല്ലേ ഫിനിഷിംഗ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ സൂപ്പർ ഫിനിഷിംഗ് ഓപ്പറേഷൻസ് അല്ലേ, ഫിനിഷിംഗ് ഓപ്പറേഷൻസ്. അതായത് നമ്മൾ പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഷീനിങ്സ് പഠിച്ചു. അറ്റ് ലാസ്റ്റ് വി കം ഇൻ ടു മൈക്രോ ഫിനിഷിംഗ് പ്രോസസ്. സോ ദർ ആർ ഡിഫറെൻറ്റ് ഫിനിഷിംഗ് പ്രോസസ്സ് അല്ലേ. മൈക്രോ ഫിനിഷിംഗ് പ്രോസസ്സ് നമ്മൾ പലതരത്തിലുണ്ടെന്ന് പറഞ്ഞു. ലാപ്പിംഗ്, ഹോണിങ്, സൂപ്പർ ഫിനിഷിംഗ്, പോളിഷിംഗ്, ബഫിംഗ് ഒക്കെ പറഞ്ഞു പല ടൈപ്സിലുണ്ട്. സോ മേജർലി വി ആർ കോൺസെൻട്രേറ്റിംഗ് ഇൻ ലാപ്പിംഗ് ആൻഡ് ഹോണിങ്. ഓക്കെ, ലാപ്പിംഗ് എന്താന്ന് പറഞ്ഞു. ഹോപ്പ് യു ഓൾ റിമെമ്പർ വാട്ട് ഈസ് ലാപ്പിംഗ്. ലാപ്പിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്താ എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ, ലാപ്പിംഗ് എല്ലാവർക്കും ഓർമ്മയില്ലേ? ഒരു ലാപ്പിംഗ്. ഓക്കെ, സോ വാട്ട് യു മീൻ ബൈ ലാപ്പിംഗ്? ലാപ്പിംഗ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ലാപ്പ് എന്ന് പറയുന്ന ഒരു ടൂൾ വെച്ചിട്ടാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്. ഇറ്റ്സ് എ മൈക്രോ ഫിനിഷിംഗ് പ്രോസസ് അല്ലേ. വെരി ഫൈൻ പാർട്ടിക്കിൾസ് വിൽ ബി റിമൂവ്ഡ് അല്ലേ. വളരെ ചെറിയൊരു പാർട്ടിക്കിൾസ് ആണ് റിമൂവ് ചെയ്യുന്നത്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഒരു ഓയിൽ ബേസ്ഡ് ഫ്ലൂയിഡ് സസ്പെൻഷൻ അല്ലേ, ഒരു ഫ്രീ ആയിട്ടുള്ള എബ്രസീവ് ഗ്രെയിൻസിൻ്റെ ഓയിൽ ബേസ്ഡ് ഫ്ലൂയിഡ് സസ്പെൻഷനാണ് ലാപ്പിംഗിൽ നടക്കുന്നത്. So it is done between a workpiece and a lapping tool called a lap. Okay, so we will do it in different methods like individual piece lapping, matched piece lapping, hand lapping and machine lapping. So these are nothing but just a small differences like where we will use it and how it is using. So in individual piece lapping, workpiece surface is in contact with the laps. Okay, in which within one another. Okay, so ഒരു ലാപ്പിംഗ് മീഡിയം ഉണ്ടാവും അല്ലേ. ഈ ലാപ്പിംഗ് മീഡിയത്തിന് ബിറ്റ്വീൻ ആയിട്ട്, അതായത് ഒരു ലാപ്പും വർക്ക് പീസും തമ്മിലൊരു ലാപ്പിംഗ് മീഡിയം ഉണ്ടാവും. ദിസ് വിൽ റബ് ടുഗെദർ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അങ്ങനെ ഇൻഡിവിജ്വൽ പീസ് ലാപ്പിംഗ്, മാച്ച്ഡ് പീസ് ലാപ്പിംഗ്, ഹാൻഡ് ലാപ്പിംഗ്, മെഷീൻ ലാപ്പിംഗ് എന്നുള്ള രീതിയിൽ 4 ഡിഫറെൻറ്റ് തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാപ്പിംഗ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ദർ ആർ ഹാൻഡ് ലാപ്സ് ഒക്കെ ആൻഡ് മെഷീൻ ലാപ്പിംഗ്. മെഷീൻ ലാപ്പിംഗ് ഞാനൊരു പ്രാക്ടിക്കലി ലാപ്പിംഗ് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ചെറിയൊരു വീഡിയോ കാണിച്ചിട്ടുണ്ട് അല്ലേ. മെഷീൻ ലാപ്പിംഗ് നമ്മൾ കണ്ടത് മെഷീൻ ലാപ്പിംഗ് ആണ്. അതായത് മെഷീൻ ലാപ്പിംഗ് എന്ന് പറയുന്നത് ഒരു ലാർജ് ക്വാണ്ടിറ്റി, വളരെ കുറേ ക്വാണ്ടിറ്റീസ് ഒക്കെ, അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ അല്ലെങ്കിൽ ഫ്ലാറ്റ് എന്തോ ആയിക്കോട്ടെ, നമുക്ക് ലാർജ് ക്വാണ്ടിറ്റീസിൽ നമുക്ക് വർക്ക് പീസസിൽ ഫിനിഷ് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് നമ്മളൊരു മെഷീൻ ലാപ്പ് എന്ന് പറയുന്ന ഒരു മെഷീൻ ലാപ്പിംഗ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പ്രോസസ്സ് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമുക്ക് ഞാൻ അന്ന് ആ വീഡിയോയിൽ കാണിച്ചത് പോലെ നമുക്കൊരു വർക്ക് പീസ് ഉണ്ടാവും. വർക്ക് പീസ് നമ്മളൊരു പർട്ടിക്കുലർ അല്ലേ പാർട്ടിലോട്ട് വെച്ച് നമ്മളൊരു പ്രസ് കൊടുക്കുകയാണ് ചെയ്യുക നോർമലി. എന്നിട്ട് വി വിൽ റിവോൾവ് ഇറ്റ് അല്ല, റൊട്ടേറ്റ് ഇറ്റ്. സോ അതായത് നമ്മൾ ഹാൻഡ് ലാപ്പിങ്ങിൽ നമ്മൾ എങ്ങനെ, ഇപ്പോൾ ഒരു ലാപ്പ്, സാധാരണ ലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വർക്ക് പീസും ഉണ്ടാവും, ഒരു ലാപ്പ് എന്ന് പറഞ്ഞ ടൂളും ഉണ്ടാവും, ഇൻ ബിറ്റ്വീൻ ഓയിൽ ബേസ്ഡ് ഫ്ലൂയിഡ് സസ്പെൻഷൻ വിത്ത് അല്ലെ ഫ്രീ എബ്രസീവ്സ് പാർട്ടിക്കിൾസ് അല്ലെ. അത് നമ്മൾ ഒരു ഫോഴ്സ് കൊടുത്ത് ചെയ്യുന്നതിനാണ് നമ്മൾ പറയുന്നത് അല്ലേ. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ആർ ലൈക്ക്, എപ്പോഴാണത് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഡിഫറൻസ് മനസ്സിലാവുന്നില്ലേ? ഇപ്പോൾ ഇൻഡിവിജ്വൽ പീസ് ലാപ്പിങ്ങിലാണെങ്കിൽ നമുക്ക് ഒരു വർക്ക് പീസ് ഉണ്ടാവും, ഒരു ലാപ്പ് ഉണ്ടാവും, ഈ നടുവിൽ നമുക്കൊരു ലാപ്പിങ്ങിൻ്റെ മീഡിയം ഉണ്ടാവും. ഓക്കെ, സോ വി വിൽ റബ് ടുഗെദർ. ഏതെങ്കിലും ഒരെണ്ണം, അതായത് സ്റ്റേഷനറി ആയിരിക്കും, ഒരെണ്ണം മൂവ് ചെയ്യും. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡിവിജ്വൽ പീസ് ലാപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എൻജിൻ വാൾവൊക്കെ, വാൾവ് സീറ്റ്സ്, ഇതൊക്കെ ഇൻഡിവിജ്വൽ പീസ് ലാപ്പിംഗ് വെച്ചിട്ടാണ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇനി മാച്ച്ഡ് പീസ് ലാപ്പിംഗ് എന്ന് പറയുന്നതാണെങ്കിൽ, ഓക്കെ, വി വിൽ ഹാവ് ടു വർക്ക് പീസ് സർഫേസസ് അല്ലേ, ഒരു ചെറിയൊരു ലെയർ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്ത പോലെ ഉണ്ടാവും. ഓക്കെ, 2 വർക്ക് പീസ് സർഫേസസ് സെപ്പറേറ്റഡ് ബൈ എ ലെയർ ഓഫ് അബ്രസീവ്സ്. ഓക്കെ, ഇത് നമ്മൾ രണ്ടാളും, അതായത് രണ്ടും തമ്മിൽ റബ്ബിങ് ഈച്ച് അതർ ആണ് സംഭവിക്കുന്നത് മാച്ച്ഡ് പീസ് ലാപ്പിങ്ങിൽ. സോ വേറെ തന്നെ ഒരു ലാപ്പ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ സംഭവം റിക്വയർഡ് അല്ല, ആ ഒരു രീതിയിലാണ്. ഇനി ഹാൻഡ് ലാപ്പിംഗ് എന്ന് പറയുന്നതാണെങ്കിൽ നമുക്ക് ഒരു സെപ്പറേറ്റ്
ഒരു സ്യൂട്ടബിൾ ഓയിൽ അല്ലെങ്കിൽ വാട്ടർ ബേസ് വെഹിക്കിൾസ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ സിലിക്കൺ കാർബൈഡ്, അലൂമിനിയം ബോറൈഡ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പഠിച്ചില്ലേ നമ്മൾ, ബോറോൺ കാർബൈഡ്, ഈ കാര്യങ്ങളൊക്കെ അബ്രസീവ്സ്, ഈ അബ്രസീവ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യും. അതായത് ഒരു ലാപ്പ് ഉണ്ടാവും. ലാപ്പ് കോമൺലി വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആയിരിക്കും. എബ്രസീവ്സ് സിലിക്കൺ കാർബൈഡ് പോലത്തെ സംഭവങ്ങളാണ് യൂസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, വി വിൽ ഡു ഇറ്റ്, ദ പ്രോസസ് വിൽ ബി ലൈക്ക് മാനുവൽ റബ്ബിങ്. ഓക്കെ, അങ്ങനെയാണ് ഹാൻഡ് ലാപ്പിംഗ് ചെയ്യുന്നത്. മെഷീൻ ലാപ്പിംഗ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഹോപ്പ് യു ഓൾ റിമെമ്പർ മെഷീൻ ലാപ്പിംഗ് അല്ലേ? മെഷീൻ ലാപ്പിംഗ് എല്ലാവർക്കും ഓർമ്മയില്ലേ? എന്താണ് മെഷീൻ ലാപ്പിംഗ് എന്നുള്ളത്? റൈറ്റ്? ഓക്കെ, ലാസ്റ്റ് കാണിക്കാം. റൈറ്റ് നൗ വി വിൽ ഫിനിഷ് ഇറ്റ് ഓഫ്. നമ്മൾ അഡ്വാൻറ്റേജസ് ഓഫ് ലാപ്പിംഗ് പറഞ്ഞു, ആപ്ലിക്കേഷൻസ് പറഞ്ഞു അല്ലേ? ദെൻ ഇവിടെയാണ് നമ്മൾ നിർത്തിയത്. സോ ഐ വാസ് ജസ്റ്റ് അല്ലേ, നമ്മൾ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞെന്ന് മാത്രം. നൗ ലെറ്റ്സ് ഗോ ടു ഹോണിങ്. ഓക്കെ, hope you all understand what is lapping. I just brush up it out. Okay, so ഹോണിങ് എന്താണ്? ഹോണിങ്, അപ്പോൾ ഹോണിങ് എന്ന് പറയുന്നതും ഒരു ടൈപ്പ് ഓഫ് മൈക്രോ ഫിനിഷിംഗ് പ്രോസസ്സാണ് അല്ലേ? ഹോണിങ്. സോ ഹോണിങ്ങിൽ എന്ത് സംഭവിക്കുന്നു? ഓക്കെ, ഹൗ ഹോണിങ് വർക്ക്സ്. സോ honing is a finishing process, yeah, of course, in which a tool called horn carries out a combined rotary and reciprocating motion while workpiece does not perform any working motion. ഒരു ഫോട്ടോ കാണിച്ചാൽ നമുക്ക് മനസ്സിലാവും. എന്താ റൈറ്റ്, നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഒരു ഹോൺ എന്ന് പറയുന്നത്. അതായത് ഹോൺ എന്ന് പറയുന്ന ടൂൾ. ഓക്കെ, ഹോൺ എന്ന് പറയുന്ന ടൂളാണ് നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്നത്. ഓക്കെ, സോ ഈ ഒരു ഹോൺ ടൂൾ വെച്ചിട്ടാണ് നമ്മൾ ഹോണിങ് ചെയ്യുന്നത്. ഓക്കെ, സോ ആക്ച്വലി ദ പർപ്പസ് ഓഫ് ഹോണിങ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു ഫൈൻ ആയിട്ടുള്ള അല്ലേ, ഫൈൻ അബ്രസീവ്സിനെ റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഫൈൻ മെറ്റലിനെ റിമൂവ് ചെയ്യുക അല്ലേ. സോ ടു റിമൂവ് ദ മെറ്റൽ അല്ലേ, വളരെ ഒരു ഹൈ സർഫേസ് ഫിനിഷ് തരുന്ന രീതിയിൽ നമുക്ക് മെറ്റൽ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഹോണിങ്ങിൻ്റെ ഉദ്ദേശം. സോ ഹോണിങ് ഈസ് എ മൈക്രോ ഫിനിഷിംഗ് പ്രോസസ്. We will use horn as a tool, a horn tool. Okay, so horn tool, it will give a combination of rotary and reciprocating. നിങ്ങൾക്ക് റൈറ്റ് സൈഡിലൊരു ഫിഗർ കാണാൻ പറ്റുന്നില്ലേ? ഈ ഒരു ഫിഗർ കാണാം. ദിസ് ഈസ് ദ വർക്ക് പാർട്ട്. രണ്ട് സൈഡിലുള്ള ഈ ഒരു പർട്ടിക്കുലർ സംഭവമാണ് നമ്മുടെ വർക്ക് പാർട്ട് എന്ന് പറയുന്നത്. വി വിൽ ഹോൺ ടൂൾ അല്ലേ, നമുക്ക് ഹോണിങ് ടൂൾ റൊട്ടേറ്റിംഗ് ചെയ്യുന്നുണ്ടാവും ആൻഡ് ദിസ് വിൽ റെസിപ്രോക്കേറ്റ്. ഓക്കെ, ഹോണിങ് ടൂൾ റൊട്ടേറ്റിംഗ് ആൻഡ് റെസിപ്രോക്കേറ്റിംഗ് മോഷൻ. അതായത് ഇത് കറങ്ങിക്കൊണ്ട് താഴോട്ടേക്ക് പോവും, മേലോട്ടേക്ക് വരും, താഴോട്ടേക്ക് പോവും, മേലോട്ടേക്ക് വരും. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് കോമ്പിനേഷൻ ഓഫ് റോട്ടറി ആൻഡ് റെസിപ്രോക്കേറ്റിംഗ് മോഷൻ. മനസ്സിലാവുന്നില്ലേ? ഈ ഒരു ഹോൺ ടൂൾ വെച്ചിട്ട് ഇത് ഹോൺ ടൂള് റൊട്ടേറ്റിംഗ് ചെയ്യുന്നുണ്ടാവും. ദിസ് വിൽ റെസിപ്രോക്കേറ്റ് ഓൾസോ. ഓക്കെ, so honing is a finishing process in which we'll do honing by using a tool called horn, and horn carries out a combined rotary and reciprocating motion while workpiece does not perform any working motions. Okay, so എന്താണ് ചെയ്യുന്നത്? ഹോണിങ് സ്റ്റോൺസ് ആർ ഹെൽഡ് അഗൈൻസ്റ്റ് ദ വർക്ക് പീസ് വിത്ത് കൺട്രോൾഡ് ലൈറ്റ് പ്രഷർ. ഈ ഹോൺ ടൂൾ എന്ന് പറയുന്നതിൻ്റെ ഒരു പർട്ടിക്കുലർ സംഭവമാണ് പറയുന്നത്. ഹോണിങ് സ്റ്റോൺസിനെ കൊണ്ടാണ് നമ്മൾ ഹോൺ എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നത്. സോ ഹോണിങ് സ്റ്റോൺസ് നീതിയാണ് സ്റ്റോൺ. സോ ഹോണിങ് സ്റ്റോൺസ് ആർ മെയ്ഡ് ഫ്രം കോമൺ അബ്രസീവ്സ്. ഓക്കെ, കോമൺ ആയിട്ടുള്ള അബ്രസീവ്സിൽ നിന്നുണ്ടാക്കുന്നതാണ് ശരിക്കും ഹോണിങ് സ്റ്റോൺസ്. ദാറ്റ്സ് കോൾഡ് ഹോൺ. ഈ ഒരു ടോട്ടൽ സാധനത്തിനാണ് നമ്മൾ ഹോൺ എന്ന് പറയുന്നത്. സോ സാധാരണ നമ്മുടെ ബോണ്ടിങ് മെറ്റീരിയൽസ് അല്ലേ, കുറേ ബോണ്ടിങ് മെറ്റീരിയൽസ് പഠിച്ചിട്ടില്ലേ? ബോണ്ടിങ് മെറ്റീരിയൽസ് ഒക്കെ പഠിച്ച് കോമൺ അബ്രസീവ്സും വെച്ചിട്ടാണ് നമ്മൾ സാധാരണ ഒരു ഹോണിങ് സ്റ്റോൺ ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ ഹോണിങ് സ്റ്റോൺസ് എന്ന് പറയുന്ന
പെർട്ടിക്കുലർ ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റോൺ അല്ലേ, ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റോണിന് അതായത് വളരെ ലൈറ്റ് പ്രഷർ കൊടുത്തിട്ടാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്, മെറ്റൽ റിമൂവ് ചെയ്യുന്നത്. സോ honing stones are held against the workpiece with controlled light pressure. Honing is a finishing process performed by a honing tool which contains a set of 3 to a dozen or more bonded abrasive sticks. അതാണ് നിങ്ങൾ ഈ ഫിഗറിൽ കാണുന്നത്. ഓക്കെ, സോ കുറേ സ്റ്റിക്സ് അല്ലേ, എബ്രസീവ്സിൻ്റെ കുറേ സ്റ്റിക്സ്, സ്റ്റോൺസിൻ്റെ കുറേ സ്റ്റിക്സുകൾ പോലെ അല്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, റെഡ് കളറിൽ കാണാൻ പറ്റുന്നതാണല്ലോ. ഹലോ ഹലോ അത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ, റെഡ് കളറിൽ കാണുന്നതാണ് നിങ്ങളുടെ സ്റ്റോൺസ് എന്ന് പറയുന്നത്. അതിനാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇറ്റ് ഈസ് കണ്ടെയ്ൻ എ സെറ്റ് ഓഫ് 3 to a dozen അല്ലെ, ഒന്നുകിൽ 3 3-ലധികമോ അല്ലെ 12 വരെ പോകുന്ന രീതിയിലുള്ള ബോണ്ടഡ് എബ്രസീവ് സ്റ്റിക്സ് ഉണ്ടാകും. ബോണ്ടഡ് എബ്രസീവ് സ്റ്റിക്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്. അത് വെച്ച് ഈ ഒരു സ്റ്റിക്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ദീസ് സ്റ്റിക്സ് ആർ ഈക്വലി സ്പേസ്ഡ് അബൌട്ട് ദ പെരിഫറി ഓഫ് ഹോണിംഗ് ടൂൾ. ഓക്കെ, റൈറ്റ്, ഈക്വലി സ്പേസ്ഡ് ആയിട്ടായിരിക്കും ഈ സ്റ്റോൺസ് ഉണ്ടാവുക. സോ ദ ഹോണിംഗ് ടൂൾ ഈസ് ഗിവൺ എ കോംപ്ലക്സ് റൊട്ടേഷണൽ ആൻഡ് ഓസിലേറ്ററി ആക്സിയൽ മോഷൻ which combines to produce a cross-hatched lay pattern of very low surface roughness. ഓക്കെ, എന്നാണ് നിങ്ങൾ ഈ ഫിഗറിൽ കാണുന്നത് പോലെ വർക്ക് പാർട്സ് ഉണ്ടാവും. വർക്ക് പാർട്സിനുള്ളിൽ നമ്മൾ ഈ ഹോണിംഗ് ടൂള് വിത്ത് റോട്ടറി ആസ് വെൽ ആസ് റെസിപ്രോക്കേറ്റിംഗ് അല്ലേ മോഷനിലൂടെ നമ്മളാണ് വർക്ക് ചെയ്യുന്നത്. സോ വൈൽ ഡൂയിങ് ദിസ്, ഓക്കെ, by using this complex motion, ഹോണിംഗ് ടൂളിൻ്റെ ഈ കോംപ്ലക്സ് മോഷൻ കൊണ്ട് നമുക്ക് കിട്ടുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് ഹാച്ച്ഡ് ലേ പാറ്റേൺ. ക്രോസ് ഹാച്ച്ഡ് ലേ പാറ്റേൺ ആണ് ഈ കാണുന്നത്. ഇങ്ങനെയായിരിക്കും ക്രോസ് ഹാച്ച്ഡ് ലേ പാറ്റേൺ ഉണ്ടാവുക. ഓക്കെ, അതായത് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാച്ച് ചെയ്യുന്ന പോലത്തെ ഒരു രീതിയിലാണ് നമുക്ക് എന്ത് കിട്ടുക, സർഫേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ this will give a very high surface finish, around 0.075 micrometer വരെ CLA വരെ പോവാം. ഓക്കെ, സോ rapid and economical removal of stocks with minimum heat and distribution. സോ ഹോണിങ്ങിൽ ഹീറ്റ് മിനിമം ആയിരിക്കും അല്ലേ, ഹീറ്റ് ആൻഡ് ഡിസ്ട്രൂഷൻ മിനിമം ആയിരിക്കും. സോ ഇറ്റ് വിൽ റിമൂവ് rapidly. So removal of stocks rapidly and with minimum heat and distribution. Surface finish as fine as 0.1 micrometer are possible. Okay, 0.1 micrometer are possible. Power checks, faceplate, rotating tables are not required. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട അല്ലേ. Diameter of closer tolerance up to 0.25 to 0.0025 mm can be obtained. So അത്രയും ടോളറൻസ് ഉള്ള രീതിയിൽ നമുക്ക് ക്ലോസർ ടോളറൻസ് നമുക്ക് കിട്ടും. സോ ഹോണിങ് ബൈ കമ്പയറിങ് ഈസ് എ വെരി ഗുഡ് മൈക്രോ ഫിനിഷിംഗ് പ്രോസസ്. ഓക്കെ, സോ കമ്പയറിങ് ടു ഹോണിങ്, comparing to lapping and comparing, if we compare lapping and honing, they have different advantages as well as different applications. Okay, so honing is mostly used to remove these scratches. Like നമ്മൾ ഈ ഗ്രൈൻഡിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ ഹോണിങ് ഉപയോഗിക്കും. ഓക്കെ, ഈ ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റലിൽ വളരെ എഫക്റ്റീവായിട്ട് ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന ആണ് ഈ ഹോണിങ് എന്ന് പറയുന്നത്. സോ ഹോണിങ് ഈസ് കോമൺലി യൂസ്ഡ് in engine cylinder, gun barrels, numerous external surfaces that are honed. Okay, ഏതൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിയർ ടീത്ത്, സ്പിൻഡിൽ, ഷാഫ്റ്റ്, പിസ്റ്റൺ, പിൻസ്, എക്സെട്ര. ഓക്കെ, സോ എൻജിൻ സിലിണ്ടേഴ്സും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഹോണിങ് യൂസ് ചെയ്യാം. ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റലിന് ഇത് വളരെ എഫക്റ്റീവാണ് ആൻഡ് ഇറ്റ് റിമൂവ്സ് ദ സ്ക്രാച്ചസ് പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, സോ ദിസ് ഇസ് rapid and economical way of removing the stocks with minimum heat and distribution. സോ ഹോണിങ് എന്ന് പറയുന്നതും ഒരു മൈക്രോ ഫിനിഷിംഗ് പ്രോസസ്സാണ്. ഓക്കെ, സോ ദിസ് നമ്മൾ ലാപ്പിങ്ങിൽ ചെയ്യുന്ന പ്രോസസ്സ് വേറെ, ഹോണിങ്ങിൽ ചെയ്യുന്ന പ്രോസസ്സ് വേറെ. ഓക്കെ,
ഓക്കെ, അതൊക്കെ അല്ലേ? ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹോണിങ് ആൻഡ് ലാപ്പിംഗ്. ഓക്കെ, ഹോൺ സ്റ്റോൺസ് വെച്ചിട്ടാണ് നമ്മൾ ഹോൺ ചെയ്യുന്നത്. സോ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹോണിങ് എന്ന് പറയുന്നതും ഒരു നമുക്ക് കമ്പയറിങ് ചെയ്യുന്നതാണെങ്കിൽ ഓൾമോസ്റ്റ് മാക്സിമം മെറ്റീരിയൽസ് നമുക്ക് ഹോൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ശരിക്കും പറയുന്നത്. ഓക്കെ, നമുക്ക് മെറ്റീരിയൽ റിമൂവൽ, ആക്ച്വലി വി റിമൂവ് മെറ്റീരിയൽ ഇൻ എ വെരി ഫൈൻ മൈക്രോമീറ്റർ. ഓക്കെ, നമുക്ക് വളരെ സിമ്പിളായിട്ട് അല്ലെങ്കിൽ മോസ്റ്റ്ലി കോമൺലി യൂസ്ഡ് ആയിട്ട് വരുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹോണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ആക്ച്വലി ഹോണിങ് ആൻഡ് ലാപ്പിംഗ്. സൂപ്പർ ഫിനിഷിംഗ് പ്രോസസ്സിൽ, മൈക്രോ ഫിനിഷിംഗ് പ്രോസസ്സിൽ മോസ്റ്റ്ലി യൂസ്ഡ് ആണ് ഈ ഹോണിങ്ങും ലാപ്പിങ്ങും. ഓക്കെ, വിച്ച് ഈസ് മച്ച് മോർ എക്കണോമിക്കൽ. So honing is generally done on machines like lathe, drill press, portable drills. Honing ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് പൊതുവെ. സോ മെത്തേഡ്സ് ഓഫ് ഹോണിങ് ആർ ഹാൻഡ് ഹോണിങ് ആൻഡ് മെഷീൻ ഹോണിങ്. രണ്ട് ടൈപ്പ് ഹോണിങ് ഉണ്ട്, ഹാൻഡ് ഹോണിങ്ങും ഉണ്ട്, മെഷീൻ ഹോണിങ്ങും ഉണ്ട്. ഓക്കെ, അതായത് ഹാൻഡ് ഹോണിങ് എന്ന് പറയുന്നത് അറിയില്ലേ, വളരെ ചെറിയൊരു പാർട്ടിൽ നമുക്ക് ഇപ്പോൾ വളരെ ചെറിയൊരു വർക്ക് പാർട്ടാന്ന് വിചാരിച്ചു. ഈ വർക്ക് പാർട്ട് നമുക്ക് ഹാൻഡിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, ഒരു ഹോൺ ഉണ്ടാവും, ഹോണ് വർക്ക് പീസ് ഉണ്ടാവും അല്ലേ, അത് നമുക്ക് ബൈ ഹാൻഡ് നമുക്ക് ബാക്ക് ആൻഡ് ഫോർത്ത് റൊട്ടേറ്റ് ചെയ്ത് ബാക്ക് ആൻഡ് ഫോർത്ത് ചെയ്യാൻ പറ്റുമല്ലോ. ഇതിനാണ് നമ്മൾ ഹാൻഡ് ഹോണിങ് എന്ന് പറയുന്നത്. ഓക്കെ, മെഷീൻ ഹോണിങ് എന്ന് പറയുന്നത് പർട്ടിക്കുലർലി മെഷീൻ ഹോണിങ് ചെയ്യുന്ന സമയത്ത് ലെയ്ത്തിലും ഡ്രില്ലിംഗ് മെഷീൻസിലൊക്കെയാണ് നമ്മൾ പൊതുവെ ഹോണിങ് ചെയ്യുന്നത്. ഹോൺ ടൂൾ വെക്കുന്നു, വിൽ ഗിവ് ഇറ്റ് എ റോട്ടറി ആൻഡ് റെസിപ്രോക്കേറ്റിംഗ് മോഷൻ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ മെത്തേഡ്സ് ഓഫ് ഹോണിങ് എന്ന് പറയുന്നത് ചെയ്യും. ഇല്ല, ഓക്കെ. സോ ഇതാണ് രണ്ട് ടൈപ്പ് ഓഫ് മൈക്രോ മെഷീനിങ് പ്രോസസ്. സോ ഹോണിങ് ആൻഡ് ലാപ്പിംഗ്. ഓക്കെ, നൗ ലെറ്റ്സ് ഗോ ടു സൂപ്പർ ഫിനിഷിംഗ് പ്രോസസ്. സൂപ്പർ ഫിനിഷിംഗ്. So super finishing process is a micro finishing process. Okay, actually super finishing process എന്ന് പറയുന്നത് ഒരു മൈക്രോ ഫിനിഷിംഗ് പ്രോസസ്സാണ്. അത് മോസ്റ്റ്ലി കോമൺലി യൂസ്ഡ് ഫോർ സർഫേസ് റിഫൈനിങ് ഓഫ് സിലിണ്ടറിക്കൽ, ഫ്ലാറ്റ്, സ്ഫെറിക്കൽ ആയിട്ടുള്ള കുറേ സർഫേസസിൽ ചെയ്യുന്നതാണ്. So that produces a controlled surface conditions on parts which is not obtainable by any other methods. ബാക്കിയുള്ള പല മെത്തേഡ്സിലും നമുക്ക് ചെയ്തിട്ട് കിട്ടാത്ത പല കാര്യങ്ങളും നമ്മൾ സൂപ്പർ ഫിനിഷിംഗ് പ്രോസസ്സിലൂടെയാണ് ചെയ്യുന്നത്. സോ സൂപ്പർ ഫിനിഷിംഗ് ഈസ് എ ഫൈൻ ഹോണിങ് ഓപ്പറേഷൻസ് ദാറ്റ് ഒബ്റ്റെയിൻ ഹൈ സർഫേസ് ഫിനിഷ് ഓൺ കോമ്പൗണ്ട്സ്. ഓക്കെ, സൂപ്പർ ഫിനിഷിംഗ് എന്ന് പറയുന്നത് ഒരു ഫൈൻ ഹോണിങ് ഓപ്പറേഷൻസ് ആണ്. അത് which will gives obtain a high surface finish which remove chatter marks. chatter marks എന്നൊക്കെ പറഞ്ഞാൽ അറിയില്ലേ നിങ്ങൾക്ക് ഓൾറെഡി അല്ലേ? എന്താണ് chatter marks? നമുക്കൊരു മെറ്റലും തമ്മിൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് വരുന്ന പല മാർക്സുകളുണ്ട് അല്ലേ? സോ ആ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യുന്നു, റിഫൈൻ ചെയ്യുന്നു, മെറ്റൽ സർഫേസ് റിഫൈൻ ചെയ്യുന്നു. സോ ബൈ യൂസിങ് ദിസ് ബോത്ത് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ സർഫേസ് ഓഫ് ബോത്ത് cylindrical and plane surfaces can be finished. Okay, so applications are like computer memory drums, paper, text mill rolls, brake drums, etc. ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ള പോർഷൻസ് ആണ്. അതായത് ഇരുന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ആപ്ലിക്കേഷൻസ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പറയുമ്പം നിങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങൾ ഇരുന്ന് പഠിക്കേണ്ടതാണ്. എങ്ങനെയാണ് ഇപ്പോൾ സൂപ്പർ ഫിനിഷിങ്ങിൽ ഇതാണ് ചെയ്യുന്നത്, ലാപ്പിങ്ങിന് ഇങ്ങനെയാണ് ചെയ്യുന്നത്. പ്രോസസ്സിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ എന്നോട് പറയാം. ലാപ്പിങ്ങും ഹോണിങ്ങും തമ്മിൽ മനസ്സിലാവാത്ത വിഷയങ്ങളൊന്നുമില്ലല്ലോ. ഒന്ന്, ലാപ്പിങ്ങിൽ എല്ലാവരും ശ്രദ്ധിക്കുക. ഇൻ ലാപ്പിംഗ് വി വിൽ യൂസ് ഒരു എബ്രസീവ്സ്, അതായത് ലൂസ്ലി ഫ്രീ ആയിട്ടുള്ള എബ്രസീവ് പാർട്ടിക്കിൾസ് വിത്ത് ഓയിൽ അല്ലേ, അല്ലെങ്കിൽ വളരെ ഫ്രീ ആയിട്ട് സസ്പെൻഡഡ് ആയിട്ടുള്ള ഓയിൽ അല്ലേ, ഓയിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് പീസിൻ്റെയും നമ്മുടെ ലാപ്പ് എന്ന് പറയുന്ന ടൂളിൻ്റെയും
ബിറ്റ്വീൻ നമ്മളൊരു ലൈറ്റ് പ്രഷർ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, റൈറ്റ്? ഹോണിങ് ആണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു ഹോൺ എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്. സിമിലർ വാട്ട് ഈസ് ഡൺ ഈസ് സിമിലർ, അതായത് മൈക്രോ ഫിനിഷിങ് പ്രോസസ്സാണ് രണ്ടും, ലാപ്പിംഗ് ആയാലും ശരി ഹോണിങ് ആയാലും ശരി. ഹോണിങ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഹോൺ എന്ന് പറയുന്ന ഒരു ടൂളുണ്ട്. ആ ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് കൊണ്ട് റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന അങ്ങനെ ചെയ്ത്, അതായത് ആ ഒരു ടൂൾ അങ്ങനെ ചെയ്യുന്നല്ല, ആ ടൂളിന് അങ്ങനെയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഹൗ വി വിൽ ബി ഡൂയിങ് ഹോണിങ്. വർക്ക് ടൂൾസ്, അതായത് വർക്ക് പീസിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ റെസിപ്രോക്കേറ്റിംഗ്, റൊട്ടറി ആൻഡ് റെസിപ്രോക്കേറ്റിംഗ്, കോംപ്ലക്സ് മീൻസ് നിങ്ങൾക്ക് അതൊരു ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഹോണിങ് എന്ന് പറയുന്നത് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല എങ്ങനെയാണ് ചെയ്യാമെന്ന്. നമുക്കൊരു ഹോളോ സർഫേസ് ഉണ്ടെന്ന് വിചാരിക്കുക, ഇന്റേണൽ സർഫേസ് ആണ് ഫിനിഷ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. നമ്മൾ എന്ത് ചെയ്യുന്നു, വി വിൽ ഹോണിങ് ടൂള് നമ്മൾ ബാക്ക് ആൻഡ് ഫോർത്ത് എടുക്കുന്നത് പോലെ എടുക്കും അല്ലേ? ബാക്ക് ആൻഡ് ഫോർത്ത് മോഷൻ ഉണ്ടാവും, കൂട്ടത്തിൽ ഒരു റോട്ടറി മോഷനും കൂടി ഉണ്ടാവും. ഓക്കെ, along with the rotary motion we will back and forth this honing tool അല്ലേ? ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ലൈക്ക് വൈസ് വേറൊരു ഓപ്പറേഷനാണ് സൂപ്പർ ഫിനിഷിംഗ് എന്ന് പറയുന്നത്. സോ സൂപ്പർ ഫിനിഷിംഗ് ഈസ് എ ഫൈൻ ഹോണിങ് ഓപ്പറേഷൻ എന്നാണ് പറയുക. വളരെ ഹോണിങ് ഓപ്പറേഷൻ തന്നെ, പക്ഷേ വളരെ ഫൈൻ ആയിട്ടുള്ള ഹോണിങ് ഓപ്പറേഷൻ ആണെന്നുള്ള സൂപ്പർ ഫിനിഷിംഗ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്, വിച്ച് വിൽ പ്രൊഡ്യൂസ് അൾട്ടിമേറ്റ് ഇൻ റിഫൈൻമെന്റ് ഓഫ് മെറ്റൽ സർഫേസസ്. മെറ്റൽ സർഫേസസിൽ വളരെയധികം എന്താ പറയുക, നമ്മളെ സഹായിക്കുന്ന, അല്ലെങ്കിൽ സർഫേസ് ഫിനിഷ് ചെയ്യുന്ന, മെറ്റൽ സർഫേസ് ഫിനിഷ് ചെയ്യുന്നതിൽ ഉപയോഗിക്കുന്നതാണ് നമ്മൾ സൂപ്പർ ഫിനിഷിംഗ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സൂപ്പർ ഫിനിഷിംഗ് ഓപ്പറേഷൻസ്. എങ്ങനെ നമ്മളൊരു സൂപ്പർ ഫിനിഷിംഗ് ഓപ്പറേഷൻ ചെയ്യും എന്നുള്ള രീതിയിൽ ചോദിക്കുന്നതാണെങ്കിൽ, നമുക്ക് ഒരു സെൻറ്റേഴ്സ് ഉണ്ടാവും. സെൻറ്റേഴ്സിൽ നമ്മൾ വർക്ക് പീസ് സെറ്റ് ചെയ്യും. സോ ദീസ് എബ്രസീവ്സ് വിൽ ബി മൂവ്ഡ്, അതായത് എബ്രസീവ് ആയിട്ടുള്ള സാധനങ്ങൾ ഒരു വൺ എൻഡ് ടു അനദർ എൻഡ് മൂവ് ചെയ്യും, വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ഒരു ഓപ്പറേഷൻസ് സൂപ്പർ ഫിനിഷിംഗ് ഓപ്പറേഷൻ ചെയ്യുന്നത്. സോ an abrasive ബ്ലോക്ക് ഉണ്ടാവും, ഷേപ്ഡ് ടു അപ്രോപ്രിയേറ്റ് ഫോം, അതായത് റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന അക്രോസ് ദ സർഫേസ്. അതായത് ഇപ്പോൾ നമുക്കൊരു വർക്ക് പീസ് ഉണ്ടെന്ന് വിചാരിക്കുക, സെൻറ്റർ ടു സെൻറ്റർ ആയിട്ടുള്ള നമ്മൾ ഹോൾഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിനെ വൺ സൈഡ് ടു അനദർ സൈഡിൽ നമുക്ക് മൂവ് ചെയ്യാൻ, റെസിപ്രോക്കേറ്റ് ചെയ്യാൻ ഭാഗത്തിന് ഒരു സാധനം ഉണ്ടാവും. സോ ബൈ യൂസിങ് ദീസ് മോഷൻസ്, റോട്ടറി ആൻഡ് റെസിപ്രോക്കേറ്റിംഗ് മോഷൻ, വി വിൽ ഡു ദിസ് ഓപ്പറേഷൻ. ഓക്കെ, ഇനി ബാക്കി രണ്ടെണ്ണം നിങ്ങൾക്ക് കേട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പോളിഷിംഗ് ആൻഡ് ബഫിംഗ് അല്ലേ? പോളിഷിംഗ് ഈസ് എ ഫിനിഷിംഗ് ഓപ്പറേഷൻ ടു ഇംപ്രൂവ് സർഫേസ് ഫിനിഷ് ബൈ മീൻസ് ഓഫ് പോളിഷിംഗ് വീൽസ് മെയ്ഡ് ഓഫ് ഫാബ് അല്ലേ, ഓർ ലെതർ, ആൻഡ് റൊട്ടേറ്റിംഗ് അറ്റ് ഹൈ സ്പീഡ്. The abrasive grains are glued to the outside periphery of the polishing wheel. Polishing operations are often accomplished manually. Okay, പോളിഷിംഗ് ഈ പ്രാക്ടിക്കലി എന്താണ് സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് പോളിഷിങ്ങിന് പല മെഷീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് വീലില്ലേ, ഈ ഗ്രൈൻഡിങ് വീല് നിങ്ങൾ കണ്ടിട്ടില്ല അല്ലേ? ഗ്രൈൻഡിങ് വീല് നിങ്ങൾ ഇപ്പോൾ ഭയങ്കര തിക്കായിട്ടുള്ള ഗ്രൈൻഡിങ് വീലല്ലേ നിങ്ങൾ കണ്ടിട്ടില്ല അല്ലേ? അതിന് ഭയങ്കര നേരോ ആയിട്ട് നമുക്കിപ്പം ഈ പോളിഷിങ് എന്ന് പറയുന്ന ഓക്കെ, നമ്മൾ ഷൂ പോളിഷ് ചെയ്യുന്നില്ലേ അല്ലേ? നമ്മൾ ഷൂ പോളിഷ് ചെയ്യുന്നില്ലേ? ഓക്കെ, ഷൂവിൽ വരുന്ന മാർക്സ് നമ്മൾ പോളിഷ് ചെയ്ത് മാറ്റുന്നുണ്ട് അല്ലേ? ലൈക്ക് വൈസ് എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ, ഇപ്പം നമുക്ക് ചെറിയൊരു മെറ്റലാന്ന് വിചാരിച്ചോ, ഈ മെറ്റലിനെ നമുക്ക് പോളിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വി വിൽ ഹാവ് എ പർട്ടിക്കുലർ സെറ്റപ്പ്. ഓക്കെ, അതിൽ ഈ വീലില്ലേ, അതിനെയാണ് നമ്മൾ പോളിഷിങ് വീൽ എന്ന് പറയുന്നത്. വീലിൻ്റെ മോഡലായിരിക്കും പോളിഷിങ് വീൽ ഉണ്ടാവുക. അതായത് ഇറ്റ് വിൽ ബി സർക്കുലർ. ഓക്കെ, അപ്പം ഒരു സൈഡിൽ നമ്മൾ ഈ പോളിഷ് ഈ ഷൂവിൻ്റെ പോളിഷ് ഇടുന്നത് പോലെ പോളിഷ്ഡ് ആയിരിക്കും ഒരു സർഫേസ്. അപ്പോൾ ആ സർഫേസ് നമ്മൾ ഗ്ലൂ ചെയ്ത് വെക്കും. ഓക്കെ, ആ ഒരു സർഫേസ് കാണുന്ന രീതിയിൽ നമ്മളൊരു മെഷീനിൽ വെക്കും. സോ വെൻ വി ഓൺ ദിസ് വിൽ ബി റൊട്ടേറ്റിംഗ് കണ്ടിന്യൂസ്ലി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മേലെ നമ്മൾ ഒരു ലൈറ്റ് പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ ഈ വർക്ക് പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഓക്കെ,
അങ്ങനെയാണ് നമ്മൾ പോളിഷിങ് ചെയ്യുന്നത്. ഓക്കെ, പോളിഷിങ് ഈസ് എ ഫിനിഷിങ് ഓപ്പറേഷൻ. ഓക്കെ, ഇറ്റ് ഇംപ്രൂവ്സ് ദ സർഫേസ് ഫിനിഷ്, അത്രേ ഉള്ളൂ. നമുക്കൊരു പോളിഷിങ് വീല് വെച്ചിട്ട് നമുക്ക് ഒരു സിമ്പിളായിട്ട് പെട്ടെന്നൊരു ചെറിയൊരു സർഫേസ് നമുക്ക് പോളിഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് സർഫേസ് ഫിനിഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണ് പോളിഷിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബഫിംഗ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഈ പോളിഷിങ് പോലെ തന്നെയുള്ള ഒരു ഓപ്പറേഷനാണ്, ഇൻ വിച്ച് എബ്രസീവ് ഗ്രെയിൻസ് ആർ നോട്ട് ഗ്ലൂഡ് ടു ദ വീൽ. അല്ലെ, നമ്മൾ പോളിഷിങ്ങിൽ ഈ എബ്രസീവ് ഗ്രെയിൻസ് ഗ്ലൂ ചെയ്തിട്ടാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. ഒരു പോളിഷിങ് വീൽ ഉണ്ടാവും, അതിൻ്റെ മേലെ ഗ്ലൂ ചെയ്തിട്ടാണ് എന്തുണ്ടാവുക, ഔട്ട്സൈഡ് പെരിഫറിയിൽ നമ്മൾ ഗ്ലൂ ചെയ്തിട്ടാണ് ഉണ്ടാവുക എബ്രസീവ് ഗ്രെയിൻസ്. പക്ഷേ ബഫിങ്ങിൽ അങ്ങനെയല്ല, ബട്ട് ആർ കണ്ടെയ്ൻഡ് ഇൻ എ ബഫിംഗ് കോമ്പൗണ്ട് ദാറ്റ് ഇസ് പ്രസ്ഡ് ഇൻ ടു ദ ഔട്ട്സൈഡ് സർഫേസ് ഓഫ് ദ ബഫിംഗ് വീൽ വൈൽ ഇറ്റ് റൊട്ടേറ്റ്സ്. അപ്പോൾ ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബഫിംഗ് കോമ്പൗണ്ട്സ് ഈ ഔട്ട്സൈഡ് സർഫേസിലോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്ന രീതിയിലാണ്. സോ ആസ് ഇൻ പോളിഷ് ദ എബ്രസീവ് പാർട്ടിക്കിൾ മസ്റ്റ് ബി പീരിയോഡിക്കലി റീപ്ലനിഷ്ഡ്. ഓരോരോ കാര്യങ്ങൾ കഴിയുന്നതിന് നമുക്കിപ്പോൾ ഷൂ പോളിഷ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്, നമുക്കൊരു എന്തെങ്കിലും വാങ്ങാൻ കിട്ടും അല്ലേ, ഒരു പർട്ടിക്കുലർ പോളിഷിൻ്റെ ഒരു ബ്ലാക്ക് പോളിഷ് നമുക്ക് വാങ്ങാൻ പറ്റും. നമ്മളൊരു ബ്രഷ് എടുത്തിട്ട് നമ്മൾ വരയ്ക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ലിക്വിഡ് അല്ലേ, ഇപ്പൊ കുറച്ച് ലിക്വിഡ്സ് കിട്ടാനുണ്ട് അല്ലേ, നമുക്ക് പ്രസ് ചെയ്യുന്ന സമയത്ത് ലിക്വിഡ്സ് വെച്ചിട്ട് പ്രസ് ചെയ്യുന്നു അല്ലെ, വീൽ പ്രസ്സിങ് എറ്റ് അഗൈൻസ്റ്റ് അല്ലെ, അങ്ങനല്ലേ ചെയ്യുന്നത്. ലൈക്ക് വൈസ് പോളിഷിങ് എന്ന് പറയുന്നത് സാധാരണ പ്രാക്ടിക്കലി ഒരു മെറ്റലിൽ നമ്മൾ എങ്ങനെ പോളിഷ് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു സെറ്റപ്പാണ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞത്. ഓക്കെ, എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. Okay, so buffing wheels are made of discs of linen, cotton, clothes, canvas. ഇതിൻ്റെയൊക്കെ ഈ മെറ്റീരിയൽസ് ഒക്കെയാണ് നമ്മൾ ബഫിംഗ് വീൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, so as in polishing, buffing is usually done manually, although machines have been designed to perform. ഓൾറെഡി ബഫിങ്ങും പോളിഷിങ്ങും പോലെ മാനുവലി ആണ് ചെയ്യുന്നത്. പോളിഷിങ് ഞാൻ പറഞ്ഞു, പോളിഷിങ് നമ്മൾ മാനുവലി ആണ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഈ റോട്ടറി മോഷൻ ഇല്ലേ, അതായത് പോളിഷിങ് വീലിൻ്റെ റോട്ടറി മോഷൻ ഇല്ലേ, അത് ചെറിയൊരു മെഷീൻ സെറ്റപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പ്രാക്ടിക്കലി ഞാൻ ചെയ്തിട്ടുണ്ട് പോളിഷിങ്, അതാ പറയുന്നത്. അതായത് ഒരു മെറ്റലിൻ്റെ പോളിഷിങ് എന്ന് ചെയ്യുന്നത് നമുക്കൊരു ചെറിയ വർക്ക് പീസൊക്കെ ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ ലെയ്ത്തൊക്കെ ചെയ്യുന്നില്ലേ, അതേപോലെ നമുക്ക് ലാബിൽ പോളിഷിങ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഈ ഒരു സില്ലി ആയിട്ടുള്ളൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഡി ജെ ചെയ്യുന്നൊരു സാധനം കണ്ടിട്ടില്ലേ? ഡി ജെക്ക് പോയി കഴിഞ്ഞാൽ ഡി ജെൻ്റെ ആൾക്കാർ കൈയിനെ കൊണ്ട് ഇങ്ങനെ ആക്കുന്ന ഒരു സംഭവം കണ്ടിട്ടില്ലേ, വീല് പോലത്തെ സാധനം. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഉണ്ടാവുക ശരിക്കും പറഞ്ഞാൽ പോളിഷിങ്ങിൽ. രണ്ട് റൊട്ടേറ്റിംഗ് വീല് പോലെ ഉണ്ടാവും. ഓക്കെ, അപ്പം ഇതിൽ നമുക്ക് പോളിഷിങ് വീല് നമുക്ക് പറിച്ചിട്ട് മാറ്റാൻ പറ്റും, ഗ്ലൂ ചെയ്യാൻ പറ്റും. ഓക്കെ, പോളിഷിങ് വീല് നമുക്ക് വാങ്ങാൻ കിട്ടും. പോളിഷിങ്ങിൻ്റെ സർഫേസ്, ഓക്കെ, പോളിഷിങ്ങിൻ്റെ സർഫേസ്. എന്നിട്ട് നമുക്ക് ഈ പോളിഷിങ്ങിൻ്റെ മറ്റേ ഗ്ലൂ ഒക്കെ വാങ്ങുന്നത് പോലെ നമുക്ക് വാങ്ങാൻ കിട്ടും. എന്നിട്ട് ഇത് നമുക്ക് ഒരു വീലിൻ്റെ മേലെ ഗ്ലൂ ചെയ്ത് വെക്കാൻ പറ്റും. ഇനി ഈ ഗ്ലൂ, അതായത് ഈ പോളിഷിങ് ഫുള്ള്, അതായത് ഈ വേറെ സംഭവിക്കുമല്ലോ പോളിഷിങ്ങിന്, പോളിഷ് തീർന്നു പോകും. ഈ പോളിഷ് തീർന്നു എന്ന് കാണുന്ന സമയത്ത് നമുക്കിത് പറിച്ചിട്ട് വേറെ സംഭവം ഒട്ടിക്കാൻ പറ്റും. സോ അതാണ് ഈ പറയുന്നത്, എബ്രസീവ് ഗ്രെയിൻസ് ആർ ഗ്ലൂഡ് ടു ഔട്ട്സൈഡ് പെരിഫറി ഓഫ് ദ പോളിഷിംഗ് വീൽ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് ശരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതിൽ നമ്മൾ എന്ത് ചെയ്യും, പ്രാക്ടിക്കലി നമ്മൾ ഈ ഒരു വർക്ക് പീസ്, നമുക്ക് ചെറിയൊരു മൈന്യൂട്ട് വർക്ക് പീസ് ഉള്ളതെന്ന് വിചാരിക്കുക. ഓക്കെ, റിങ് പോലെയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ഈ ഒരു റൊട്ടേറ്റിംഗ് സർഫേസിലോട്ട് പ്രസ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ദിസ് വിൽ ബി റൊട്ടേറ്റിംഗ്, വിൽ ബി പ്രസ്ഡ് ഇറ്റ് അഗൈൻസ്റ്റ്. അപ്പോൾ ആ ഒരു സർഫേസ് നമുക്ക് വൃത്തിയായിട്ട് പോളിഷ് ചെയ്ത് കിട്ടും. ഓക്കെ, സോ ദാറ്റ് ഈസ് പോളിഷിങ് ആൻഡ് ബഫിങ്. ഇനി ഹോണിങ് സ്റ്റോൺസ്, ദർ ആർ ഡിഫറെൻറ്റ് സ്റ്റോൺസ്. നിങ്ങൾ ആ കണ്ടതല്ലേ, ഇതാ ഈ ഒരു സ്റ്റോൺസിന് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റോൺസ് ഉണ്ട്. സോ വാട്ട് ആർ ദം? ഓയിൽ സ്റ്റോൺസ്, വാട്ടർ സ്റ്റോൺസ്, ഡയമണ്ട് സ്റ്റോൺ ആൻഡ് സെറാമിക് സ്റ്റോൺ. ഓക്കെ, ഇത്രയും ടൈപ്സ് ഓഫ് സ്റ്റോൺസ് ഉണ്ട്. സോ വാട്ട് ഈസ് ഇറ്റ് എന്നുള്ളതാണ്. ഓക്കെ, ഓയിൽ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? Oil stones are traditionally Western sharpening tool. Okay, most commonly used Western sharpening tool ആണ് oil stones. Need to oil for lubrication, easy to wipe off,
removed metal. Okay, available in both natural and synthetic oil stones. ആ സ്റ്റോൺസിൻ്റെ ഡിഫറൻസ് ആണ് പറയുന്നത്. ഹോണിങ് എന്ന് പറയുന്ന ടൂളിൽ ഈക്വലി സ്പേസ്ഡ് ആയിട്ട് ഒരു വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു സാധനം ഉണ്ടാകും. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു റെഡ് കളറുള്ള സാധനം കാണുന്നില്ലേ? യു ക്യാൻ സീ ദാറ്റ് റൈറ്റ്. ഹോണിങ് സ്റ്റോൺസ് വളരെ ലൂസായിട്ടായിരിക്കും അത് ഹോൾഡ് ചെയ്തിട്ടുണ്ടാവുക, വളരെ ലൂസായിട്ട്. ഓക്കെ, ഒരു ഹോൾഡർ ഉണ്ടാവും, ആ ഹോൾഡിങ്ങിൻ്റെ ഒരു സാധനം ഉണ്ടാവും, ആ ഹോൾഡിങ്ങിൻ്റെ സൈഡിൽ വളരെ ലൂസായിട്ട്. ഓക്കെ, ഹോണിങ് സ്റ്റോൺസ് ലൂസ്ലി ഹെൽഡ് ഇൻ ഹോൾഡർ എന്നാണ് പറയാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഒരു ഹോൾഡറിൻ്റെ ക്ലാമ്പ് ചെയ്ത് ഇങ്ങനെ പിടിക്കുക. ഓക്കെ, കാര്യം മനസ്സിലാവുന്നില്ലേ എങ്ങനെയാണല്ലോ എന്നുള്ളത്? ഓക്കെ, സോ ദീസ് ഹോണിങ് സ്റ്റോൺസ് അല്ലേ, അതായത് ഹോണിങ് സ്റ്റോൺസ് എങ്ങനെ ഉണ്ടാക്കാന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഹൗ ഇറ്റ് ഈസ് മെയ്ഡ് ഫ്രം ഹോണിങ് സ്റ്റോൺസ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കോമൺ എബ്രസീവ്സും കോമൺ ബോണ്ടിങ് മെറ്റീരിയൽസും ഇല്ലേ, അതിനെ കൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹോണിങ് സ്റ്റോൺസ് ഉണ്ടാക്കുന്നത്. ഈ ഹോണിങ് സ്റ്റോൺ എങ്ങനെ ഹെൽഡ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, സോ ഈ ഒരു ടൈപ്പ് നമുക്കൊരു പർട്ടിക്കുലർ ഒരു രീതിയിലായിരിക്കും ഈ ഹോണിങ് സ്റ്റോൺസ് ഉണ്ടാവുക. അത്രേ ഉള്ളൂ. 2 ഗൈഡ്സ് ഉണ്ടാവും, അതിൻ്റെ നടുവിൽ ഹോണിങ് സ്റ്റോൺസ് ഉണ്ടാവും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. റൈറ്റ്, ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഹോണിങ് സ്റ്റോണിൽ? ഓക്കെ, ഇത് ഇപ്പോൾ നിങ്ങൾ കാണുന്നതിൽ ശരിക്കും 1 2 3 അല്ലേ, മൂന്ന് നിങ്ങൾ പെട്ടെന്ന് കാണുമ്പോൾ ഈ ഓറഞ്ച് കളറിലുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പം കറക്റ്റായിട്ട് ഈക്വലി സ്പേസ്ഡ് ആയിട്ട് ഇതിപ്പോൾ ഹൊറിസോണ്ടൽ ആവാം അല്ലെങ്കിൽ വേർട്ടിക്കൽ ആവാം, എങ്ങനെ വേണമെങ്കിലും ആവാം. നമുക്ക് ടൂള് മാത്രമേ കാണുന്നുള്ളൂ, ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഹോണിങ്ങിൻ്റെ ടൂള് മാത്രമേ അതിൽ കാണുന്നുള്ളൂ. അതിൽ ഹോൺ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല അങ്ങനെ പറയാം. ഓക്കെ, നമുക്ക് ചില സമയങ്ങളിൽ ഹോണിങ് ടൂൾ എന്ന് പറയുന്നത് ഈ സ്റ്റോൺസ് ഇല്ലേ, സ്റ്റോൺസ് നമുക്ക് വേർട്ടിക്കലി വെക്കാം അല്ലെങ്കിൽ ഹൊറിസോണ്ടലി വെക്കാം, അങ്ങനെ പല രീതിയിലുള്ള സ്റ്റോൺസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ ദർ വിൽ ബി സം ഗൈഡ്സ്. ഓക്കെ, കുറച്ച് ഗൈഡ്സ് ഉണ്ട്, അതാണ് നിങ്ങളിപ്പോൾ എഴുതി കാണുന്നത് നോൺ എബ്രൈഡിങ് ബ്രോൺസ് ഗൈഡ് എന്നില്ല, ആ ഒരു ചോപ്പ് സാധനം അത് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടാണുള്ളത്. മനസ്സിലായോ? ഇത് നമുക്ക് മേലത്തെ ആ ഒരു നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, ഒരു പർട്ടിക്കുലർ സാധനം നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിച്ച പോലെ ഇല്ലേ അല്ലേ? ഒരു കുറച്ച് സ്റ്റോൺസുകൾ ഈക്വലി സ്പേസ്ഡ്, റെഗുലർ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ ഈക്വലി സ്പേസ്ഡ് ആയിട്ടുള്ളത്, പക്ഷെ ഇത് ഇൻ്റർലോക്ക് ചെയ്തിട്ടാണുള്ളത്. ആ ഒരു ടോട്ടൽ സർഫേസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹോണിങ് സ്റ്റോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഹോണിങ് സ്റ്റോൺ. ആ ഒരു സ്റ്റോൺ അതിനുള്ളിൽ വിൽക്കുന്ന ആ ഒരു പർട്ടിക്കുലർ, അതായത് എബ്രൈഡ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്. മറ്റേത് എബ്രൈഡ് ചെയ്യൂല കേട്ടോ, ഈ ഗൈഡ്സ് എബ്രൈഡ് ചെയ്യൂല. ഈ ഓറഞ്ചും ചോപ്പും തമ്മിൽ മാറിപ്പോവരുത്. ഓക്കെ, ഗൈഡ്സ് എബ്രൈഡ് ചെയ്യൂല, ചോപ്പ് സാധനം എബ്രൈഡ് ചെയ്യൂല. ഓക്കെ, അതിൻ്റെ നടുവിൽ വെക്കുന്നത്, ഇതിപ്പം രണ്ടിനും ചോപ്പാണ് കൊടുത്തിട്ടുള്ളത്, അതാണ് വിഷയം. ഗൈഡ്സിൽ വ്യത്യാസമുണ്ട്, സ്റ്റോൺസ് വ്യത്യാസമുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്നതിൽ ചിലത് ഗൈഡ്സ് ആണ്, ചിലത് സ്റ്റോൺസ് ആണ്. സ്റ്റോൺ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്താണ്ട, സ്റ്റോണാണ് കറക്റ്റ് സംഭവം. ഓക്കെ, സ്റ്റോണ് മാർക്ക് ചെയ്ത് കാണുന്നില്ലേ നിങ്ങൾ? സ്റ്റോണും എബ്രൈഡ്സും മാർക്ക് ചെയ്ത് കാണുന്നില്ലേ? ഡിഫറൻസ് ഉണ്ട്. രണ്ട് നോൺ എബ്രൈഡിങ് ബ്രോൺസിന്റെ ഗൈഡിന്റെ നടുവിലാണ് ഒരു സ്റ്റോൺ ഉള്ളത്, റൈറ്റ്? അതിനെ ഹോൾഡിങ് ഭാഗത്തിനാണ് നമ്മൾ ഈ ഓറഞ്ച് കളറിലുള്ള സാധനം ഉള്ളത്. ഓക്കെ, ഇത് ഇങ്ങനെ അല്ലാണ്ട് ഈ ഓറഞ്ച് കളർ സെറ്റപ്പിൽ താഴോട്ടേക്ക് വരുന്ന രീതിയിലും സ്റ്റോൺസ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, പറ്റുമെങ്കിൽ ഒരു പർട്ടിക്കുലർ ഹോണ് എനിക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഹോണി എങ്ങനെയാണ് ഉണ്ടാകുന്നത്. സോ അബൌട്ട് ദാറ്റ് സ്റ്റോൺസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ആ പർട്ടിക്കുലർ സ്റ്റോൺസ് എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റോൺസ് അവൈലബിൾ ആണ്. ഓയിൽ സ്റ്റോൺസ് ഉണ്ട്, വാട്ടർ സ്റ്റോൺസ് ഉണ്ട്, ഡയമണ്ട് സ്റ്റോൺസ് ഉണ്ട്, സെറാമിക് സ്റ്റോൺസ് ഉണ്ട്. ഓക്കെ, സോ വാട്ട് ഈസ് ഓയിൽ സ്റ്റോൺ? ഓയിൽ സ്റ്റോൺ എന്ന് പറയുന്നത് ബോത്ത് നാച്ചുറലി സിന്തറ്റിക് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോൺസിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്,
oil stones എന്ന് വിളിക്കുന്നു. So, okay, oil stones are traditional Western sharpening stone. Okay, so this is most common. വളരെ ഷാർപ്പിംഗ് സ്റ്റോണിൽ വളരെ മോസ്റ്റ് കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോൺ ആണ് ഓയിൽ സ്റ്റോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ ഓയിൽ സ്റ്റോൺസ് എന്ന് പറയുന്നത് ആ ഒരു പേര് വരുന്നതിന് കാരണം, ദ ഓയിൽ സ്റ്റോൺസ് ഇസ് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ആ പേര് വന്നതെന്നുള്ളതാണ്. അതിൽ ലൂബ്രിക്കേഷൻ, അതായത് ലൂബ്രിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഓയിൽ വേണം. ഓക്കെ, ലൂബ്രിക്കേഷന് വേണ്ടിയിട്ട്, അതിനുകൊണ്ടാണ് നമ്മൾ അതിന് പേര് അങ്ങനെ വരുന്നത്. സോ ദിസ് ഈ ബൈ യൂസിങ് ദിസ് ഓയിൽ സ്റ്റോൺസ് വിച്ച് വിൽ ബി ഈസി ടു വൈപ്പ് ഓഫ് ദ റിമൂവ്ഡ് മെറ്റൽ. ഓക്കെ, ലൈക്ക് വാട്ടർ സ്റ്റോൺസ് എന്ന് പറയുന്നത് എന്താണ്, റിലേറ്റീവ്ലി ന്യൂ ടു വെസ്റ്റേൺ വേൾഡ്. ഓക്കെ, പുതിയ ടൈപ്പ് അല്ലെങ്കിൽ പുതിയൊരു രീതിയിലുള്ള ഒരു സ്റ്റോൺസ് ആണ് വാട്ടർ സ്റ്റോൺസ് എന്ന് പറയുന്നത്. മോസ്റ്റ് കോമൺലി ഓയിൽ സ്റ്റോൺസ് ആണ്. സോ ദിസ് ഇസ് എ ന്യൂ thing, okay, which have many advantages, like waters as lubricant instead of oil. Okay, ഓയിലിന് പകരം നമ്മൾ വാട്ടറാണ് ലൂബ്രിക്കൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഹോണിങ് ഈസ് എ വെറ്റ് പ്രോസസ്. ഓക്കെ, ഹോണിങ് ഒരു വെറ്റ് പ്രോസസ്സാണ്. സോ സോക്ക്ഡ് ഇൻ വാട്ടർ ബിഫോർ യൂസ്. ഓക്കെ, ദീസ് സ്റ്റോൺസ് വിൽ ബി സോക്ക്ഡ് ഇൻ വാട്ടർ ബിഫോർ യൂസ്. സോ വിച്ച് ഈസ് അവൈലബിൾ ഇൻ ബോത്ത് നാച്ചുറൽ ആൻഡ് സിന്തറ്റിക്. പിന്നെ ഉള്ളത് ഡയമണ്ട് സ്റ്റോൺ ആണ് അല്ലേ. ഡയമണ്ട് സ്റ്റോൺസ്, മെറ്റൽ പ്ലേറ്റ്സ് ഹാവിങ് വെരി സ്മോൾ ഡയമണ്ട് അറ്റാച്ച് ടു ദ ഫേസ് ഓഫ് ദ പ്ലേറ്റ്. ആ ഒരു സ്റ്റോൺസ് ഇല്ല, സ്റ്റോൺസിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. പർട്ടിക്കുലർ സ്റ്റോൺ വിച്ച് ഈസ് യൂസ്ഡ് ടു റിമൂവ് അല്ലേ, വിച്ച് ഈസ് ഹെൽപ്പിംഗ് ആസ് എ ബ്രൈഡ് ആക്ഷൻ അല്ലേ, ആ സ്റ്റോൺസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സോ ദിസ് സ്റ്റോൺസ് ഹൗ ഇറ്റ് ഈസ്, ഓക്കെ, ആൻഡ് വാട്ട് ഇറ്റ് ഈസ്, അതാണ് പറയുന്നത്. സോ ഡയമണ്ട് സ്റ്റോൺസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു സ്റ്റോൺ അല്ല. ഓക്കെ, ദീസ് ആർ മെറ്റൽ പ്ലേറ്റ്സ് ആണ്. ആ ഒരു ചെറിയ ഡയമണ്ട്സ് അറ്റാച്ച് ചെയ്ത ഒരു പ്ലേറ്റ് പോലത്തെ ഒരു സാധനമാണ് ശരിക്കും പറഞ്ഞാൽ ഡയമണ്ട് സ്റ്റോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ടൈപ്പാണ് ഡയമണ്ട് സ്റ്റോൺസ് എന്ന് പറയുന്നത്, വിച്ച് ഈസ് എക്സ്ട്രീംലി ഡ്യൂറബിൾ. ഓക്കെ, ലൂബ്രിക്കേഷൻ്റെ ആവശ്യമില്ല, വെരി ഫാസ്റ്റ് അറ്റ് ഷാർപ്പനിങ്. ഓക്കെ, പിന്നെ ഉള്ളത് സെറാമിക് സ്റ്റോൺസ് ആണ് അല്ലേ. സെറാമിക് സ്റ്റോൺ നിങ്ങൾക്ക് അറിയാം, സെറാമിക് എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ, വെരി പോപ്പുലർ ഇൻ യൂസ്. ഇറ്റ് ഇസ് ക്യാഡ് പ്രോപ്പർലി ഫോർ ആൻഡ് ഇറ്റ് ലാസ്റ്റ് എ ലൈഫ് ടൈം. സോ ceramic stones also not required any lubricant. Okay, used in place where oil or water is not convenient. ആ ഒരു രീതിയിൽ വാട്ടർ അല്ലെങ്കിൽ ഓയിൽ സ്റ്റോൺസും വാട്ടർ സ്റ്റോൺസൊന്നും കൺവീനിയൻ്റ് അല്ലാത്തൊരു സ്ഥലത്താണ് നമ്മൾ സെറാമിക് സ്റ്റോൺസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും ഓക്കെ അല്ലേ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബ്രോച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഓക്കെ സർ. ഒരു മിനിറ്റ്, ഞാനൊന്ന് അറ്റൻഡൻസ് എടുക്കട്ടെ. എടാ മനസ്സിലടിക്കുന്ന മൗസ് എടുക്കുമെന്ന്. എങ്ങനെ റൈറ്റ്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബ്രോച്ചിങ് ആൻഡ് അതർ ഓപ്പറേഷൻസ് അല്ലേ.